ഇവിടെ കൊടുക്കും. ഒരു സംവരണ മണ്ഡലമാണ്. ഈ സംവരണ മണ്ഡലത്തിൽ നിന്ന് സംവരണ MLA-മാരുണ്ടാവുമ്പോ അതർ ബാക്ക്വേർഡ് പിന്നോക്ക വിഭാഗക്കാര് പട്ടികജാതിക്കാർ അടക്കമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം MLA പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്ന MN ലക്ഷം വീട് കോളനികള് പൊളിഞ്ഞു നാശമായിട്ട് വേറെ വല്ലവരോടും നമ്മൾ എരന്ന് വീഡിയോ അടക്കം എടുത്തു കൊടുത്തിട്ട് ഗീതാ ഗോപി ചെന്ന് അവർക്ക് ഇപ്പൊ വീട് കൊടുക്കാം, എല്ലാ ലക്ഷം ആകുമ്പോൾ ചെല്ലും വീട് കൊടുക്കാന്ന് പറയും. ഇവിടെ ആ MN ലക്ഷം വീട് കോളനികൾ മുഴുവനും ഇവര് പഞ്ചായത്തുകൾ ഭരിച്ച സമയത്ത് പല ആൾക്കാർക്കും വിറ്റ് കൊടുത്തു. ഈ മണ്ഡലം ഉണ്ടായ ശേഷം LDF ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഒരു കാലത്തൊന്നും ചെയ്തിട്ടില്ലേ? ഇല്ല. അവരാകെ ചെയ്തു കൊടുത്ത ഈ LDF ചെയ്തത് ഈ ലക്ഷം വീട് കോളനികളുടെ ചുറ്റുമതിൽ കെട്ടി കൊടുക്കുക ചെയ്തത്, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും നമ്മുടെ വീഡിയോ എടുക്കുക. പിന്നെ വേറൊരു കാര്യം, ഈ സംവരണ മണ്ഡലമായി നാട്ടികയില് ഒരു ആശുപത്രി ഇല്ല എന്നുള്ളത് നേരത്തെ ഈ കുട്ടി പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, തൊഴിലിടങ്ങള് ഒന്നും ഈ നാട്ടികയിൽ വേണ്ടിയിട്ട് MLA-മാര് നേരിട്ട് നിന്നിട്ട് നിയമസഭയിൽ പറഞ്ഞു. അതിദരിദ്ര പട്ടിക ഇവര് പറ്റിച്ചില്ലേ? ഒരു അക്ഷരം ഈ MLA പറഞ്ഞില്ല. ഇവിടെ നാട്ടികയില് പട്ടികജാതി മെമ്പർമാരുണ്ടായിരുന്ന സ്ഥലത്തിന് ഇവര് ബ്ലോക്കില് കണക്ക് കുറച്ച് കാണിച്ചു കൊടുത്തിട്ട് പട്ടികജാതി മെമ്പർമാരില്ലാണ്ടായി. നാട്ടികയില് ഈ LDF-നും കോൺഗ്രസിനും BJP-ക്കും പട്ടികജാതി MLA-മാരില്ലാണ്ടായിട്ട് ഒരക്ഷരം ഈ LDF-ന്റെ MLA പറഞ്ഞില്ല. അപ്പൊ ഇത്രയാണ്. എനിക്ക് ഇനി 1-2 പേരുടെ അടുത്ത റൗണ്ടിൽ വരാൻ തോന്നുന്നു. അപ്പൊ 2-3 പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ട്. ഒന്ന്, ഈ ആശുപത്രി ഈ പറഞ്ഞത് ശരിയാണോ? നാട്ടികയിൽ അങ്ങനത്തെ എല്ലായിടത്തും എല്ലാ ജില്ലയിലും കാത്തലാബ് അടക്കം വന്നു